أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഖൈബർ യുദ്ധാനന്തര സംഭവവികാസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യം എഹ്ലെ തൈമാവാസികളുടെ സന്ധിയെ സംബന്ധിച്ചുള്ള സംഭവമാണ്. തൈമ എന്ന സ്ഥലം മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ഒരു സുപ്രസിദ്ധമായ പട്ടണമാണ്. അത് മദീനയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നു. തൈമയിലെ യഹൂദികൾ ഖൈബർ, ഫദഖ്, വാദിൽ ഖുറ എന്നിവയുടെ അവസ്ഥകൾ സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ അവർ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധനീക്കം നടത്തുന്നതിന് പകരം സ്വന്തമായ നിലയിൽ ആളെ അയച്ചുകൊണ്ട്, സന്ദേശവാഹകനെ അയച്ചുകൊണ്ട് സന്ധിക്ക് ശ്രമിക്കുകയാണ് ചെയ്തത്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയുണ്ടായി. തൈമാവാസികളെ, തൈമയിലെ ജൂതന്മാരെ തങ്ങളുടെ വസ്തുവകകളുമായി അവിടെ ആ പ്രദേശത്ത് വസിക്കുന്നതിന് അനുമതിയും നൽകി. അതേ സന്ദർഭത്തിൽ തന്നെ നമസ്കാരം വൈകി അനുഷ്ഠിച്ച ഒരു സംഭവം കസയായതിനെക്കുറിച്ചുമുള്ള വിവരണമുണ്ട്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൽ നിന്നും മടങ്ങുമ്പോൾ രാത്രി മുഴുവൻ യാത്രയിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറക്കം വന്ന സമയത്ത് മദീനയുടെ സമീപം വിശ്രമിക്കുന്നതിനായി തമ്പടിച്ചു. ഹദരത്ത് ബിലാലിനോട് പറഞ്ഞു, ഇന്ന് രാത്രി നമ്മുടെ നമസ്കാര സമയത്തെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണ്. അതേ നമസ്കാര സമയത്ത് ഉണർത്തുക. തുടർന്ന് ഹദരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും സാധ്യമായ അത്ര നഫൽ നമസ്കരിച്ചുകൊണ്ടേയിരുന്നു. മറ്റു സഹാബാക്കളെല്ലാം ഉറങ്ങുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഫജറിൻ്റെ സമയം അടുത്തു വന്നപ്പോൾ പ്രഭാതം പൊട്ടി വിടരുന്ന ദിക്കിലേക്ക് ഹദരത്ത് ബിലാൽ മുഖം തിരിച്ചുകൊണ്ട് തൻ്റെ ഒട്ടകത്തെ ചാരി കിടക്കുകയുണ്ടായി. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും ഉറക്കം ബാധിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഉണരാൻ സാധിച്ചില്ല, ബിലാലിനും ഉണരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല സഹാബാക്കളിൽ ആർക്കും തന്നെ ഉണരാൻ സാധിച്ചില്ല. എത്രത്തോളം എന്നാൽ അവർക്കുമേൽ സൂര്യൻ്റെ വെയിൽ പതിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം അവരിൽ ഉണർന്നത്. വളരെ അസ്വസ്ഥതയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ബിലാൽ എന്ന് വിളിച്ചു. ബിലാൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തെണ്ടമായിരിക്കട്ടെ. അങ്ങയെ ഉണരുന്നതിൽ നിന്ന് തടഞ്ഞ അതേ അസ്തിത്വമാണ് എൻ്റെ ആത്മാവിനെയും തടഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെടാൻ കൽപ്പന നൽകി. അങ്ങനെ അവർ തങ്ങളുടെ വാഹനമൃഗങ്ങളുമായി കുറച്ച് മുമ്പോട്ട് നീങ്ങി. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് തന്നെ കുറച്ച് ദൂരത്ത് പോയി താവളമടിക്കുകയും വുദു എടുക്കുകയും അവിടെ വെച്ച് ബിലാലിനോട് നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കാൻ പറയുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അങ്ങനെ സുബഹി നമസ്കാരത്തിന് നേതൃത്വം നൽകി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയ ആ സ്ഥലത്ത് നമസ്കരിപ്പിച്ചില്ല. മറിച്ച് കുറച്ച് മുന്നോട്ട് പോയാണ് മറ്റൊരു സ്ഥലത്താണ് ജമാഅത്തായി നമസ്കരിച്ചത്. നമസ്കാരം കഴിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ആരെങ്കിലും നമസ്കാരം മറന്നു പോവുകയാണെങ്കിൽ ഓർമ്മ വരുന്ന ഉടൻ തന്നെ അത് നമസ്കരിക്കേണ്ടതാണ്. കാരണം അള്ളാഹു പറയുന്നു, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ. ഫജർ നമസ്കാരം വൈകിയ അനുഷ്ഠിച്ച സംഭവം പല യുദ്ധങ്ങളുടെ കാര്യത്തിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ ഇത് തബൂക്കിലെ സംഭവമാണെന്ന് പറയുന്നു.
മറ്റു ചിലർ ഹുദൈബിയ സന്ദർഭത്തിലാണെന്ന് വിവരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിവേദകരുടെ ഓർമ്മപ്പിശകായിരിക്കാം, മറ്റേതെങ്കിലും യുദ്ധത്തിന് സംഭവം ഇതുമായി ചേർത്ത് വിവരിച്ചതുമാകാം. അതല്ലെങ്കിൽ ഒന്നിലധികം തവണ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. എന്തായാലും അള്ളാഹു ആണ് നന്നായി അറിയുന്നത്. മദീനയിൽ നിന്ന് തിരിച്ചു വരുന്നതിനിടയിൽ സഹാബാക്കൾ ഉച്ചത്തിൽ തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ടിരുന്നു. ഇത് സംബന്ധിച്ച് ഹസ്രത്ത് അബു മൂസ അഷരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മദീനയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ആളുകൾ ഒരു താഴ്വരയിലൂടെ കയറിപ്പോവുകയായിരുന്നു. അവർ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ശബ്ദം താഴ്ത്തുക. നിങ്ങൾ ബധിരനോ അതോ ഹാജരില്ലാത്തവനോ ആയ അസ്തിത്വത്തെ അല്ല വിളിക്കുന്നത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും ഹാജരായവനും ആണ്. അതുകൊണ്ട് മധ്യനിലയിലുള്ള ശബ്ദം സ്വീകരിക്കുക. കാരണം നിങ്ങൾ വിളിക്കുന്ന അസ്തിത്വം വളരെയേറെ കേൾക്കുന്നവനും വളരെയേറെ സമീപസ്ഥനുമാകുന്നു. അവൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിവേദകൻ പറയുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവാരി മൃഗത്തിന് പിന്നിൽ തന്നെയുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അത് ചൊല്ലിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ശബ്ദം കേൾക്കുകയും തുടർന്ന് എന്നോട് പറഞ്ഞു, അല്ലയോ അബ്ദുല്ലാ ബിൻ ഖൈസ്. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഹാജറാണ്, ലബ്ബൈക്ക് എന്ന് പറഞ്ഞു. അബു മൂസ അഷരിയുടെ പേര് അബ്ദുല്ലാ ബിൻ ഖൈസ് എന്നായിരുന്നു യഥാർത്ഥ നാമം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർഗീയ ഖജനാവുകളുടെ കൂട്ടത്തിലുള്ള ഒരു ഖജനാവായ ഒരു വാചകത്തെ പറഞ്ഞു തരട്ടെയോ, പഠിപ്പിച്ചു തരട്ടെയോ? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അത് പറഞ്ഞു തന്നാലും എൻ്റെ മാതാപിതാക്കൾ താങ്കൾക്ക് തെണ്ടമായിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന കലിമയാണ്. പറഞ്ഞു, മനുഷ്യന് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനോ നന്മ ചെയ്യാനോ ഉള്ള സൗഭാഗ്യം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്, സ്വന്തമായി കഴിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിലേക്ക് ഉണർത്തുകയുണ്ടായി. പറയുന്നു, താങ്കൾ ചൊല്ലിക്കൊണ്ടിരുന്ന ആ വാചകം വളരെ ഉന്നതമായ മഹത്വപൂർണമായ വചനമാണ്. ഇത് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കാരണമാകുന്നു. ഏതായാലും മദീനയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇസ്ലാമിക് സൈന്യം മദീനയിൽ നിന്നും ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിലാണ് പുറപ്പെട്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അവനിൽ നിന്നുള്ള വിജയങ്ങളും നല്ലപോലെ സ്വരുക്കൂട്ടിക്കൊണ്ട് സഫർ മാസത്തിൻ്റെ അവസാനത്തിലോ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ തുടക്കത്തിലോ അവർ തിരിച്ച് മദീനയിലെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ താമസിച്ച സമയത്തെക്കുറിച്ച് കാലയളവിനെ സംബന്ധിച്ച് വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹദ് ഇബ്നു അബ്ബാസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ 6 മാസം തങ്ങി. ഈ സന്ദർഭത്തിൽ 2 നമസ്കാരങ്ങൾ വീതം ഒന്നിച്ച് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ചില നിവേദനങ്ങളിൽ 40 ദിവസം അവിടെ തങ്ങിയെന്ന് പറയുന്നു. കൂടുതൽ നിവേദനങ്ങളിലും കുറഞ്ഞ ദിവസങ്ങളിൽ, അത് കുറച്ച് ദിവസം മാത്രം താമസിച്ചു എന്നതിനെ സംബന്ധിച്ചാണ് വന്നിരിക്കുന്നത്. ഖൈബർ വിജയം മുസ്ലിങ്ങളിൽ ഒരുപാട് നല്ല പ്രതികരണവും സ്വാധീനവുമാണ് ഉളവാക്കിയത്. ഖൈബർ വിജയത്തിന് അടിസ്ഥാനപരമായ സ്വാധീനമുണ്ടായത് നേരത്തെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിൽ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരുന്ന, പ്രോപ്പഗണ്ട ചെയ്തുകൊണ്ടിരുന്ന അറേബ്യയുടെ തൊട്ടടുത്തുള്ള ഒരുപാട് ഗോത്രങ്ങൾ അവർ ഭയവിഹുലരായി. ചില ആളുകൾ സന്ധി ചെയ്യുന്നതിന് വേണ്ടി കൈനീട്ടി മുന്നോട്ട് വന്നു. ചില ആളുകൾ അനുസരിക്കാൻ തയ്യാറായി ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമായ ആഭിജാത്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഖൈബർ വിജയത്തിൻ്റെ മറ്റൊരു പരിണിതി അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ യഹൂദികളുടെ ശക്തി താരതമ്യേന ക്ഷയിച്ചു വന്നു എന്നതാണ്. മദീനയിലെ യഹൂദികളും ഖൈബറിലെ യഹൂദികളും അറേബ്യൻ പ്രദേശത്ത് ഒരു വലിയ പരിധിവരെ സാമ്പത്തികവും സൈന്യവുമായ ശക്തിയുടെ ഒരു മുഖ്യ സ്രോതസ്സായി ഗണിക്കപ്പെട്ടിരുന്നു. ഇസ്ലാമിനെതിരെ പ്രത്യേകിച്ചും ശത്രുതയും വെറുപ്പും ഒരുപാട് അവർ ചെയ്യുന്നതിൽ അതിര് കടന്നിട്ടുണ്ടായിരുന്നു. ചുരുങ്ങിയ പക്ഷം എല്ലാ വലിയ പ്രശ്നങ്ങളിലും ശത്രുക്കൾക്ക് അവരുടെ പിന്തുണയും പിന്താങ്ങും ലഭിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ അടിസ്ഥാനപരമായ സ്വാധീനം ഉണ്ടായത് എന്തെന്നാൽ അത് മുഖേന മദീനയിലെ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം വളരെ മെച്ചപ്പെട്ടു എന്നതാണ്. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും ഹദരത്ത് അബ്ദുള്ളയും മറ്റ് സഹാബാക്കളും നിവേദനം ചെയ്യുന്നു, ഖൈബർ വിജയത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് വയറ് നിറയെ ഭക്ഷണം കിട്ടിത്തുടങ്ങിയത്. അതിനു മുമ്പ് വയറ് നിറയെ ഭക്ഷണം ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ശേഷം മുസ്ലിങ്ങളുടെ പക്കൽ അന്നപാനീയങ്ങളുടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ അവർ തങ്ങളുടെ അൻസാർ സഹോദരങ്ങൾക്ക് അവരുടെ സ്വത്തുക്കളും അവരുടെ ഭാഗങ്ങളും ഒക്കെ തന്നെ അവർ തിരിച്ചു നൽകി. അതൊരു സമയത്ത് അൻസാറുകൾ മുഹാജിർ സഹോദരന്മാർക്ക് നൽകിയതായിരുന്നു. അന്ന് അവർ മക്കയിൽ നിന്ന് വളരെയേറെ ദരിദ്രാവസ്ഥയിലും ബുദ്ധിമുട്ടിയ നിലയിലും ഇവിടേക്ക് ഹിജ്റത്ത് ചെയ്ത് വന്നവരായിരുന്നു. ഇക്കൂട്ടത്തിൽ ഹദരത്ത് അനസിൽ നിന്ന് വളരെ രസകരമായ ഒരു നിവേദനമുണ്ട്. അതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മുഹാജിരിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവരുടെ പക്കൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ കാലി കയ്യായായിരുന്നു വന്നിരുന്നത്.
മദീനയിലെ അൻസാറുകൾ ഭൂമിയും സമ്പത്തും വളർത്തുമൃഗങ്ങളും ഉള്ളവരായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വാർഷിക വരുമാനത്തിൻ്റെ പകുതി അൻസാറുകൾ മുഹാജിറുകൾക്ക് നൽകിക്കൊണ്ടിരുന്നു. ഹജരത് അനസിൻ്റെ മാതാവ് തൻ്റെ ഫലദായകമായ ഈന്തപ്പന തോട്ടം വൃക്ഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സമർപ്പിക്കണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത മരം ഉമ്മ ഐമന് നൽകി. സ്വന്തമായി തൻ്റെ പക്കൽ വെച്ചില്ല, മറിച്ച് അത് ഉമ്മ ഐമന് നൽകുകയാണ് ചെയ്തത്. ഖൈബറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മുഹാജിറുകൾ അൻസാറികൾക്ക് അവരുടെ സമ്പത്തെല്ലാം തിരിച്ചു നൽകി. ആ സന്ദർഭത്തിൽ ഹജരത് അനസിൻ്റെ മാതാവിനും പ്രസ്തുത ഈന്തപ്പനയും തിരിച്ചു നൽകിയിട്ടുണ്ടായി. ഹജരത് അനസ് പറയുന്നു, ഞാൻ ഉമ്മ ഐമനോട് ഈ വൃക്ഷം ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അത് ഒരിക്കലും തിരിച്ചു നൽകുന്നതല്ല, ഇത് എനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്. ഒരുപക്ഷെ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കാരണം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകിയത് തിരിച്ചു നൽകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടോ അങ്ങനെ പറഞ്ഞതായിരിക്കാം. ഏതായിരുന്നാലും അവർ പറഞ്ഞു, ഇനി ഞാനത് തിരിച്ചു നൽകുന്നില്ല. ഹജരത് അനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി എല്ലാ കാര്യങ്ങളും വിവരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉമ്മ ഐമനോട് പറഞ്ഞു, ആ വൃക്ഷം തിരിച്ചു നൽകുക, അതിനു പകരമായി ഞാൻ ഇത്ര വൃക്ഷങ്ങൾ നൽകുന്നതാണ്, ഒരുപാട് വൃക്ഷങ്ങൾ നൽകുന്നതാണ്. പക്ഷെ അതിനവർ കൂട്ടാക്കിയില്ല. അവർ പറഞ്ഞു, ഇത് ആരംഭത്തിൽ താങ്കൾ എനിക്ക് നൽകിയതാണ്, വളരെയേറെ അനുഗ്രഹീതമാണിത്, ഞാനിത് തിരിച്ചു കൊടുക്കുന്നതല്ല. അങ്ങനെ പകരമായി 10 ഇരട്ടി വൃക്ഷങ്ങൾ നൽകിയിട്ടുണ്ട്. തുടർന്ന് അവർ അത് തിരിച്ചു നൽകുകയും ചെയ്തു. ചരിത്രത്തിൽ നിന്നും ദാത്തുർ റിക്ക എന്ന യുദ്ധത്തിൻ്റെ വിവരണവും ലഭിക്കുന്നുണ്ട്. ഇത് ഈ ഖസ്വ മഹാരിബ്, ഖസ്വ ബനു സാൽബ, ഖസ്വ ബനു അമ്മാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ ഗോത്രങ്ങളുടെ ഭാഗത്തു നിന്നാണ്, ഈ പറഞ്ഞ ഗോത്രങ്ങളുടെ ഭാഗത്തു നിന്നാണ് പ്രസ്തുത യുദ്ധം ഉണ്ടായത്. ഈ യുദ്ധം ദാത്തുൽ അജീബ് എന്നും പറയുന്നുണ്ട്. കാരണം ഈ യുദ്ധത്തിൽ നിരവധി അത്ഭുതകരമായ സംഭവങ്ങൾ, അതായത് മോജിസത്തുകൾ വെളിപ്പെടുകയുണ്ടായി. ഈ യുദ്ധത്തിന് ദാത്തുർ റിക്ക എന്ന് പറയാനുള്ള ഒരു കാരണം ഈ പ്രദേശത്ത് ആ പേരിൽ ഒരു വൃക്ഷമോ അല്ലെങ്കിൽ മലയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ പേര് ദാത്തുർ റിക്ക എന്ന് വരികയുണ്ടായി. മറ്റൊരു കാരണം ഈ പേര് വരാനുള്ളത് ഹദരത്ത് അബൂ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, സഹാബാക്കളുടെ പക്കൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. ഇവർ 6 പേർക്ക് ഒരു സവാരി എന്ന നിലയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അതിൽ അവർ ഊഴം പ്രകാരം യാത്ര ചെയ്തിരുന്നു. കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ നടക്കേണ്ടി വന്നതിനാൽ സഹാബാക്കളുടെ കാലുകൾ വ്രണിതമായിരുന്നു, പൊട്ടിയൊലിക്കുന്നുണ്ടായിരുന്നു. അതിലവർ ആ വ്രണത്തിനവർ പഴയ തുണികളൊക്കെ കെട്ടി യാത്ര തുടർന്നിരുന്നു. ഹദരത്ത് അബൂ മൂസ അഷ്അരിയുടെ കാലുകളിലും വ്രണമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരു നഖത്തിന് സാരമായി പരിക്കേറ്റിരുന്നു. നഖം അടർന്നു പോയിരുന്നു. മുറിവിൽ കെട്ടുന്ന തുണിക്ക് റിക്ക എന്ന് പറയാറുണ്ട്. അങ്ങനെ പട്ടി അല്ലെങ്കിൽ മുറിവിൽ കെട്ടുന്ന തുണിയുടെ പേര്, ഇങ്ങനെ തുണികൾ കെട്ടിയത് കൊണ്ടാണ് ഈ യുദ്ധത്തിന് ദാത്തുർ റിക്ക എന്ന് പേര് വന്നത്. അഥവാ മുറികൾ കെട്ടുന്ന തുണി കൊണ്ടുള്ള യുദ്ധം എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങി. ഏതായാലും ഇങ്ങനെ വ്യത്യസ്ത പേരുകളും അതിനുണ്ടായിരുന്നു. ഈ യുദ്ധം നടന്ന ഭൂമിയിൽ വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടായിരുന്നു എന്നും മണ്ണിന് വിവിധ നിറങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ചിലർ എഴുതുന്നു ഈ യുദ്ധത്തിൽ വ്യത്യസ്ത നിറത്തിലുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. മറ്റു ചിലർ പറയുന്നു ഈ യുദ്ധത്തിന് ഉപയോഗിച്ച കൊടിയുടെ തുണി വിവിധ നിറങ്ങളുള്ള തുണി കഷ്ണങ്ങൾ ചേർത്ത് വച്ചിട്ടുള്ളതായിരുന്നു. അല്ലെങ്കിൽ വ്യത്യസ്ത നിറങ്ങളുള്ള തുണികൾ തുന്നി ചേർത്ത് കൊണ്ടാണ് കൊടി ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ദാത്തുർ റിക്ക എന്ന് പറയപ്പെടുന്നത് എന്നാണ്. വേറെ ചിലർ പറയുന്നു വ്യത്യസ്ത കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിന് ഇടവന്നതുകൊണ്ട് ഇത് ദാത്തുർ റിക്ക എന്നറിയപ്പെടുന്നു എന്നാണ്. ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് ഖസ്വ സലാത്തുൽ ഖൗഫ് എന്നുമുണ്ട്. കാരണം ഈ ഖസ്വയിലാണ് സലാത്തുൽ ഖൗഫ്, ഭയ അവസ്ഥയിലുള്ള നമസ്കാരം അനുഷ്ഠിക്കപ്പെട്ടത്. ഈ യുദ്ധത്തിൻ്റെ തീയതിയെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചരിത്ര പുസ്തകങ്ങളിലും അതുപോലെ നബി ചരിത്രങ്ങളിലും ഈ യുദ്ധം ഹിജ്റ 4-നോ 5-ലോ ആണ് ഉണ്ടായത്. ഇബ്നു ഹിഷാം ഇബ്നു ഇസ്ഹാഖിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ദാത്തുർ റിക്ക യുദ്ധം ഹിജ്രി 4-ാം വർഷത്തിൽ ബനു നസീർ യുദ്ധത്തിന് ശേഷം 3 മാസം കഴിഞ്ഞാണ് ഉണ്ടായത്. ഇബ്നു സാദിന്റെ വീക്ഷണത്തിൽ ഹിജ്റ 5-ാം വർഷമാണ് നടന്നത്. അതേസമയം ഇമാം ബുഖാരി ഒരു ശക്തമായ പ്രബലമായ തെളിവ് മുഖേന ഈ യുദ്ധം ഖൈബർ വിജയത്തിന് ശേഷം ഹിജ്റ 7-ാം വർഷമാണ് അരങ്ങേറിയത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ തെളിവ് എന്തെന്നാൽ ഹദരത്ത് അബൂ മൂസ അശരി ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്നതാണ്. ഹദരത്ത് അബൂ മൂസ അശരി ഖൈബർ യുദ്ധത്തിന് ശേഷമാണ് മുസ്ലിമായത്. അതുകൊണ്ട് ഖൈബർ ചരിത്രത്തിൽ അബൂ മൂസ അശരി പങ്കെടുത്തത് കൊണ്ട് ഈ പറഞ്ഞ കാര്യം കൂടുതൽ ആധികാരികവും പരിഗണ്യവുമാണ്. അതുകൊണ്ട് 7 ഹിജ്രി എന്നതാണ് കൂടുതൽ പ്രബലമായ നിവേദനം. ഹദരത്ത് സാഹിബ് സാദ മിർസ ബഷീർ അഹമ്മദ് സാബ് സീറത്ത് ഖാത്തമുൻ നബീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനത്തിൽ ചേർത്തിട്ടുള്ള ശീർഷകങ്ങളിൽ ദാത്തുർ റിക്കയുടെ യുദ്ധത്തെ ഖൈബർ യുദ്ധത്തിന് ശേഷം 7-ാം വർഷമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഇൻഡെക്സിൽ ചേർത്തിട്ടുള്ളത്. ഈ യുദ്ധത്തിന് നിദാനമായ മറ്റൊരു കാരണമായി പറയുന്നു, ചില ആളുകൾ നജ്ദിൻ്റെ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ
മോഷണവും കൊള്ളയും നടത്തി യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ഈ യുദ്ധത്തിന്റെ മറ്റൊരു കാരണമായി പറയപ്പെടുന്നത്, ഒരാൾ കച്ചവട സാധനങ്ങൾ മദീനയിലേക്ക് കൊണ്ടുവന്നു. മദീനയിലെ ആളുകൾ അയാളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ അയാൾ മുസ്ലിങ്ങളോട് പറഞ്ഞു, ബനു അൻമാറും ബനു സാലുബയും നിങ്ങൾക്കെതിരിൽ ഒരു സൈന്യത്തെ സ്വരുക്കൂട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരെക്കുറിച്ച് അശ്രദ്ധരാണ്. ഈ വാർത്ത കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരാളെ മേൽനോട്ടത്തിന് വേണ്ടി നിയമിക്കുകയും ഈ യുദ്ധത്തിനെതിരെ യുദ്ധസന്നാഹം നടത്തുകയും ചെയ്തു. ഇബ്നു ഇസാഖ് പറയുന്നു, അവിടെ ഹദരത്ത് അബൂ ദർ ഗഫാനെയാണ് തൻ്റെ പ്രതിനിധിയായി നിശ്ചയിച്ചത്. ഇബ്നു സാദും ഇബ്നു ഹിഷാം പറയുന്നു, ഉസ്മാൻ ബിൻ അഫ്ഫാനെ ആയിരുന്നു മേൽനോട്ടക്കാരനായി നിശ്ചയിച്ചത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പാട് നടത്തി. യുദ്ധാവസ്ഥകളും സംഭവങ്ങളും സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഇങ്ങനെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് 400 പേരടങ്ങുന്ന സംഘവുമായി, ചില നിവേദനങ്ങളിൽ അത് 700-800 ആളുകൾ എന്നും പറയുന്നു, പുറപ്പെടുകയുണ്ടായി. അങ്ങനെ ശുക്ര താഴ്വരയിൽ എത്തി. വാദി ശുക്ര മദീനയിൽ നിന്ന് 2 ദിവസത്തെ യാത്ര ദൈർഘ്യമുള്ള സ്ഥലമാണ്. അവിടെ ഒരു ദിവസം തങ്ങുകയുണ്ടായി. പിന്നെ 4 ഭാഗത്തേക്കും യുദ്ധസംഘങ്ങളെ അയക്കുകയും ചെയ്തു. രാത്രി ആയപ്പോഴേക്കും എല്ലാ സൈനിക സംഘങ്ങളും തിരിച്ചെത്തി പറഞ്ഞു. അവർ വാർത്ത നൽകി, ഞങ്ങൾക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. അവർ കാലടിപ്പാടുകളും മായ്ച്ചു കളഞ്ഞിരുന്നു. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ നഹൽ എന്ന സ്ഥലത്തെത്തി. നഹൽ മദീനയിൽ നിന്ന് 62 മൈൽ ദൂരത്തുള്ള സ്ഥലമാണ്. അങ്ങനെ പ്രസ്തുത ഗോത്രങ്ങളുടെ സങ്കേതത്തിലെത്തിയപ്പോൾ അവിടെ സ്ത്രീകളെ അല്ലാതെ മറ്റാരെയും കാണാൻ സാധിച്ചില്ല. സ്ത്രീകളെ മുഴുവനും ബന്ദികളാക്കി. ചില ചരിത്രകാരന്മാർ സ്ത്രീകളെ ബന്ദികൾ ആക്കിയതിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. ആരും ബന്ദിയാക്കിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ആളുകൾ കാട്ടുനിവാസികൾ ആയിരുന്നു. അവർ മലകളുടെ താഴ്വാരങ്ങളിലേക്ക് ഓടിപ്പോയി. അവിടെ മലയുടെ താഴ്വാരങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അവർ നോക്കി കാണുന്നുണ്ടായിരുന്നു. പുരുഷന്മാരെല്ലാം ഓടിപ്പോയി, സ്ത്രീകൾ മാത്രം അവിടെ അവശേഷിച്ചു. ചിലർ വീക്ഷണത്തിൽ ബന്ദിയാക്കി എന്ന് പറയുന്നു. സ്ത്രീകളെ ബന്ദിയാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. ഹദരത്ത് ജാബിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നഖൽ എന്ന പ്രദേശത്ത് നിന്ന് ദാത്തുറിക്ക എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഗത്ഫാന്റെ സൈന്യത്തിന് നേരിട്ടു. പക്ഷെ യുദ്ധമൊന്നും ഉണ്ടായില്ല. പരസ്പരം മുന്നിൽ വന്നപ്പോൾ യുദ്ധഭീതി ഉണ്ടാവുകയാണ് ചെയ്തത്. ശത്രുക്കൾ എപ്പോൾ വേണമെങ്കിലും ഓർക്കാപ്പുറത്ത് ആക്രമണം നടത്താം എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. ഈ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഉള്ള മിന്നലാക്രമണം എപ്പോഴും സാധ്യതയുണ്ടായിരുന്നു എന്ന ആശങ്കയുണ്ടായിരുന്നു. അതിനിടയിൽ നമസ്കാരത്തിന് സമയമായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഖൗഫ് അനുഷ്ഠിക്കേണ്ടത്. അതായത് നമസ്കാരത്തിൽ കുറച്ച് പേർ പങ്കെടുക്കും. അതായത് ആദ്യം പകുതി ആളുകൾ നമസ്കരിക്കും. ആദ്യ റക്കത്തിൽ അവർ ചേരുന്നു. പിന്നെ അവർ പിന്നോട്ട് മാറി നിൽക്കും. പിന്നെ ബാക്കി പകുതി പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 2ാമത്തെ റക്കാത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നു. ഈ സലാത്തുൽ ഖൗഫിനെ കുറിച്ച് ഈ പരാമർശം വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലും വന്നിട്ടുണ്ട്. ഭയപ്പാടിൻ്റെ ഇത്തരം അവസ്ഥകൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നും എങ്ങനെയാണ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതെന്ന് സംബന്ധിച്ചും വിവരണങ്ങളുണ്ട്. ബൈഹഖി അത് ജാബിറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹർ നമസ്കരിച്ചു. മുശ്രിക്കീങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. പറയുന്നു, നിങ്ങൾ അവർ വിട്ടുകളയുക. അതിനുശേഷം അവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അവരുടെ മക്കളെക്കാളും പ്രിയമുള്ളതായിരുന്നു. ഹദരത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ശത്രുക്കളുടെ പദ്ധതിയെ സംബന്ധിച്ച് അറിയിപ്പ് നൽകി. ഒരു നമസ്കാരത്തിൽ അവർ ഒഴിവാക്കി അടുത്ത നമസ്കാരത്തിൽ ആക്രമണം നടത്തുന്നതാണ്. ഏതായിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ നിവേദനമാണ്. സുബുലുൽ ഹുദയിൽ ജിബ്രീൽ ശത്രുക്കളുടെ പദ്ധതിയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിപ്പ് നൽകിയതായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നമസ്കാരത്തിന്റെ സമയത്ത് സ്വലാത്തുൽ ഖൗഫ് നിർവഹിച്ചു. ഇബ്നു സാദ് പറയുന്നു, ഇത് ആദ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഖൗഫ് നമസ്കരിപ്പിച്ചത്. ബുഖാരിയുടെ വ്യാഖ്യാതാവ് അല്ലാമ ബദറുദ്ദീൻ ഐനി എഴുതുന്നു, സലാത്തുൽ ഖൗഫ് അനുഷ്ഠിക്കുന്നതിന് ആദ്യമായി ഏതു വർഷമാണ് കൽപ്പന ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ആദ്യമായി ദാത്തുറിക്ക യുദ്ധത്തിലാണ് ഈ നമസ്കാരം അനുഷ്ഠിക്കപ്പെട്ടത് എന്നാണ്. ഏത് വർഷമാണ് കൽപ്പന ഇറങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു. ചിലർ ഹിജ്രി 4-ാം വർഷമെന്നും മറ്റു ചിലർ 5-ാം വർഷമെന്നും ചിലർ 6-ാം വർഷമെന്നും ചിലർ 7-ാം വർഷമെന്നും പറയുന്നു. ഇതേപ്പറ്റി കൽപ്പന ഇറങ്ങിയത് എന്ന് അങ്ങനെയുള്ള വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ബദർ യുദ്ധത്തിന് മുമ്പ് ആദ്യമായി ഹിജ്റ 4-ാം വർഷം ഷവാൽ മാസത്തിലാണ് ഇത് അനുഷ്ഠിച്ചത് എന്ന് പറയുന്നു. ബദറുൽ മൗഊദ് യുദ്ധത്തിന് മുമ്പ് ഹിജ്റ 4-ാം വർഷം ഷവാൽ മാസത്തിലാണ് അനുഷ്ഠിച്ചതെന്ന് പറയുന്നു. ഈ സന്ദർഭത്തിൽ ഒരാൾ സഹാബാക്കളെ ആക്രമിച്ചതിനെ സംബന്ധിച്ചും പറയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ഒരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു.
ആ സമയത്ത് വളരെ ശക്തമായ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. സഹാബാക്കളോട് ആരാഞ്ഞു, ഇന്നത്തെ രാത്രിയിൽ ആരാണ് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുക? അപ്പോൾ ഹദരത്ത് അബ്ബാദ് ബിൻ ബിഷറും ഹദരത്ത് അമ്മാർ ബിൻ യാസറും മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ താങ്കൾക്ക് കാവൽ നിൽക്കാം. അതിനുശേഷം അവർ രണ്ടുപേരും താഴ്വരയുടെ മുകളിൽ കൊടുമുടിയിൽ കയറി കാവൽ നിന്നു. ഹദരത്ത് അബ്ബാദ് ബിൻ ബിഷർ ഹദരത്ത് അമ്മാർ ബിൻ യാസറിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ രാത്രിയുടെ ആദ്യ യാമത്തിൽ കാവൽ നിൽക്കാം, താങ്കൾ ആ സമയത്ത് വിശ്രമിച്ചുകൊള്ളുക. രാത്രിയുടെ അന്ത്യയാമത്തിൽ താങ്കൾ കാവൽ നിൽക്കുക, ആ സമയത്ത് ഞാൻ വിശ്രമിക്കുന്നതാണ്. അങ്ങനെ ഹദരത്ത് അമ്മാർ ബിൻ യാസിർ ഉറങ്ങിക്കിടന്നു. ഹദരത്ത് അബ്ബാദ് ബിൻ ബിഷർ നമസ്കരിക്കാൻ തുടങ്ങി. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ നമസ്കാര വേളയിൽ തന്നെ ശത്രുക്കളിൽ ആരോ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ മലയിടുക്കിൽ അതായത് അബ്ബാദ് ബിൻ ബിഷറിൻ്റെ നിഴൽ അവർ കാണുകയുണ്ടായി, ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ആരോ നമസ്കരിക്കുമ്പോൾ അവിടെ അനക്കമുണ്ടായിരുന്നു. ആ ഇളക്കം അവർ കാണുകയുണ്ടായി. അപ്പോൾ ആ കണ്ട വ്യക്തി, ആ ശത്രു കരുതി മുസ്ലിങ്ങളിൽ ആരോ അവിടെ കാവൽ നിൽക്കുകയാണ്. അങ്ങനെ ആയിരിക്കും അയാൾ ധരിച്ചിട്ടുണ്ടാകുക. ശത്രുവാണെന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി അമ്പ് ചെയ്യുകയുണ്ടായി. ഹദരത്ത് അബ്ബാദ് ബിൻ ബിഷറിൻ്റെ ശരീരത്തിൽ അമ്പ് തറച്ചു. അദ്ദേഹം ആ സമയത്ത് നമസ്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ അമ്പ് വലിച്ചെടുത്ത് എറിഞ്ഞു. നമസ്കാരം ഒഴിവാക്കിയില്ല. നമസ്കാരം തുടർന്നുകൊണ്ടേയിരുന്നു. അമ്പ് വലിച്ചെടുത്ത് എറിഞ്ഞു. നമസ്കാരം തുടർന്നു. അയാൾ രണ്ടാമതും അദ്ദേഹത്തിനെതിരെ അമ്പ് ചെയ്തു. അതും അദ്ദേഹത്തിന് ചെന്നു കൊണ്ടു. അതും അദ്ദേഹം വലിച്ചെറിഞ്ഞു, ഊരിയെറിഞ്ഞു. അങ്ങനെ മൂന്നാമതും അമ്പ് ചെയ്തപ്പോൾ അത് അബ്ബാദ് ബിൻ ബിഷറിൻ്റെ ഒരുപാട് രക്തം വാർന്നു ഒലിക്കുകയുണ്ടായി. അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കി. തുടർന്ന് ഹദരത്ത് അമ്മാർ ബിൻ യാസിനെ വിളിച്ചുണർത്തി. ശത്രു ഈ രണ്ടാമത്തെ വ്യക്തിയെ കൂടി അവിടെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായി. ഹദരത്ത് അമ്മാർ ബിൻ യാസർ ഹദരത്ത് അബ്ബാദ് ബിൻ ബിഷറിനെ പരിക്കേറ്റ അവസ്ഥയിൽ കണ്ടപ്പോൾ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് എന്നെ മുമ്പ് വിളിച്ചില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കാരത്തിൽ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുകയായിരുന്നു. ഞാൻ ആ തിലാവത്ത് മുറിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, നിർത്താൻ ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് അള്ളാഹുവുമായുള്ള അതിവിചിത്രമായ ഒരു ബന്ധത്തിൻ്റെ ദൃശ്യമാണിത്. വളരെയധികം ആത്മാർത്ഥതയും വിശ്വസ്തതയും അവർക്ക് കൂറും അള്ളാഹുവിനോടുണ്ടായിരുന്നു. ഇബാദത്തുകൾ, നമസ്കാരാദികൾ ചെയ്യുന്നതിൽ അവർക്ക് പ്രത്യേക താല്പര്യവുമുണ്ടായിരുന്നു. മുറിവേറ്റതൊന്നും പരിക്കൊന്നും അവർ പരിഗണിച്ചിരുന്നില്ല. ചില നിവേദനങ്ങളിൽ ഹദരത്ത് അമ്മാർ ബിൻ യാസിറിനാണ് അമ്പ് കൊണ്ട് എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 15 ദിവസത്തെ ഈ യുദ്ധനീക്കത്തിന് ശേഷം മദീനയിലേക്ക് മടങ്ങുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുആൽ ബിൻ സുറാഖയെ മദീനയിലേക്ക് അയച്ചു. മുസ്ലിങ്ങൾ സമാധാനത്തിലാണ് എന്ന സന്തോഷ വാർത്ത അവർക്ക് നൽകുകയുണ്ടായി. ഹദരത്ത് ജാബിർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാർ എന്ന സ്ഥലത്ത് എത്തി. അത് മദീനയിൽ നിന്ന് 3 മൈൽ അകലെയാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒട്ടകത്തെ അറുക്കാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകൽ മുഴുവൻ അവിടെ തമ്പടിച്ചു. മുസ്ലിങ്ങളും തിരുനബിയോടൊപ്പം ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ മദീനയിലേക്ക് പ്രവേശിച്ചു. ഞങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തിനിടയിൽ ചില മൂജിതത്തുകളും വെളിപ്പെടുകയുണ്ടായി. നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ യുദ്ധം അത്ഭുതങ്ങളുടെ യുദ്ധം എന്നും അറിയപ്പെടുന്നു. അതിലൊരു സുപ്രധാന സംഭവം, ഒരു ശത്രു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വാളോങ്ങിയത് സംബന്ധിച്ചുള്ളതാണ്. അത് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു. അദ്ദേഹം ഒരു യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയതായിരുന്നു. ആളുകൾ ഉച്ചസമയത്ത് വളരെയേറെ മുള്ളുകളുള്ള ഒരു താഴ്വരയിലെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തമ്പടിച്ചു. ആ സമയത്ത് ഉച്ചനേരം ആയിട്ടുണ്ടായിരുന്നു. ആളുകൾ വൃക്ഷത്തണലിൽ തണൽ അന്വേഷിച്ച് പല ഭാഗത്തായി ചിതറിപ്പോകുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബബൂൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. കരിവേലം വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തൻ്റെ വാൾ ഒരു ഭാഗത്തേക്ക് തൂക്കിയിട്ടുണ്ടായിരുന്നു. ഹദരത്ത് ജാബിർ പറയുന്നു, ഞങ്ങൾ കുറച്ചു നേരം ഉറങ്ങിയതിനു ശേഷം നോക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിക്കുന്നതായി കണ്ടു. ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ കാണുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു കാട്ടറബി ഇരിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാൾ എൻ്റെ വാൾ തട്ടിപ്പറിച്ചു. ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ ഉണർന്നപ്പോൾ ഇയാൾ എനിക്ക് നേരെ വാൾ ഓങ്ങി നിൽക്കുകയായിരുന്നു. അയാൾ എന്നോട് ചോദിച്ചു, താങ്കളെ എന്നിൽ നിന്നും ആരാണ് രക്ഷിക്കുക? ഞാൻ പറഞ്ഞു, അള്ളാഹ്. അയാൾ വാൾ ഉറയിലേക്കിട്ടു. ഈ ഇരിക്കുന്ന ആളാണത് എന്ന് പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ ഒരു ശിക്ഷാ നടപടിയും കൈക്കൊണ്ടില്ല. അയാളുടെ പേര് ഖോറസ് ബിൻ ഹാരിസ് എന്നാണ് പറയപ്പെടുന്നത്. ചില ആളുകൾ ഖോറക് എന്നും അയാളുടെ പേര് പറയുന്നുണ്ട്, ചിലർ ഖുവൈറസ് എന്നും പറയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ അയാൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി എന്നും അല്ല ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നും ഉള്ള വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. ഏതായിരുന്നാലും അയാൾ മേലിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ യുദ്ധം ചെയ്യില്ലെന്ന് ശപഥം ചെയ്യുകയുണ്ടായി.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ വാളോങ്ങിയ മറ്റൊരു സംഭവം നിവേദനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അതിൽ ദോസൂർ എന്നു പേരുള്ള ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ചതിനെ സംബന്ധിച്ചുള്ള വിവരണമുണ്ട്. ചില പണ്ഡിതന്മാർ ഈ രണ്ട് സംഭവങ്ങളെയും ഒന്നു തന്നെയായാണ് വിവരിച്ചിട്ടുള്ളത്. ചില വീക്ഷണത്തിൽ ഈ രണ്ട് സംഭവങ്ങളും വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ദോസൂറിന്റെ ആക്രമണത്തെ സംബന്ധിച്ച് ഉള്ള സംഭവം ഹിജ്റ 3-ാം വർഷം സി അമ്ര യുദ്ധത്തിൽ നിന്നോ ബനി ഖത്ഫാൻ യുദ്ധത്തിൽ നിന്നോ തിരിച്ചു വരുമ്പോൾ സംഭവിച്ചതാണ്. അതിപ്രകാരമാണ് മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നതായി കണ്ടപ്പോൾ അവരുടെ നേതാവായ ദോസൂറിന്റെ അടുക്കിലെത്തി. ഇയാൾ എല്ലാവരെക്കാളും ധീരനായിരുന്നു. മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഈ സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും ഒറ്റപ്പെട്ട ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വകവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു നിവേദനത്തിൽ പറയപ്പെടുന്നു, ദോസൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതായി കണ്ടപ്പോൾ പറഞ്ഞു, ഈ സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അള്ളാഹു എന്നെ നശിപ്പിക്കട്ടെ. ഏതായാലും അതും പറഞ്ഞുകൊണ്ട് ദോസൂർ വാളും ഓങ്ങി മുന്നോട്ട് കുതിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്കിലെത്തി. പിന്നെ പെട്ടെന്ന് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ താങ്കളെ എൻ്റെ കയ്യിൽ നിന്നും ആർക്ക് രക്ഷിക്കാനാകുമെന്ന് ചോദിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായി പറഞ്ഞു, അള്ളാഹു എന്നെ നിന്നിൽ നിന്നും രക്ഷിക്കുന്നതാണ്. അപ്പോൾ അയാൾ നിലത്തേക്ക് വീണു. അയാളുടെ കയ്യിൽ നിന്നും വാളും വീണു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്തു. അയാളോട് ചോദിച്ചു, ഇനി നിന്നെ ആര് എന്നിൽ നിന്ന് രക്ഷിക്കും? അപ്പോൾ ദോസൂർ പറഞ്ഞു, ലാ അഹദ്, ആർക്കും ആകില്ല. എന്നെ ആര് രക്ഷിക്കാൻ ഇനി ആർക്കും ആകില്ല. ഞാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഇവിടെ ഇതാ ഷഹാദത്ത് ചൊല്ലുന്നു, സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹു ആണ്, മേലിലൊരിക്കലും ഞാൻ അങ്ങേക്കെതിരിൽ ആളുകളെ സംഘടിപ്പിക്കുന്നതല്ല. ഇങ്ങനെ അയാൾ ശപഥം ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അയാളുടെ വാൾ അയാൾക്ക് തന്നെ തിരിച്ചു നൽകി. ഒരു നിവേദനത്തിൽ പറയുന്നു, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ദൈവത്താണ് അങ്ങ് ഔദാര്യം ചെയ്യുന്ന കാര്യത്തിൽ എന്നേക്കാൾ ഉത്തമനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ അഹക്കു ബിസാലിക മിൻക, എനിക്കാണ് ഔദാര്യം ചെയ്യുന്ന കാര്യത്തിൽ താങ്കളെക്കാൾ കൂടുതൽ അർഹതയും ബാധ്യസ്ഥതയുമുള്ളത്. അങ്ങനെ ദോസൂർ തൻ്റെ ജനതയിലേക്ക് തിരിച്ചുപോയി. അയാളുടെ അവസ്ഥ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അയാൾ തൻ്റെ സമൂഹത്തിൽ തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. തനിക്കുണ്ടായ അനുഭവം അവരോട് വിവരിക്കുകയുണ്ടായി. എങ്ങനെയാണ് താൻ വീണുപോയതെന്നും പറയുകയുണ്ടായി. അത് ഞാൻ അവിടെ നല്ല ഉയരമുള്ള പൊക്കമുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഞാൻ അവിടെ വാളും ഓന്തി നിൽക്കുമ്പോൾ അവിടെ ഒരു അജാനബാഹുവായ ഒരു മനുഷ്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അയാൾ എന്നെ തള്ളിയിട്ടു. ഞാൻ നിലത്ത് പുറമടിച്ച് വീണു. അപ്പോൾ ഞാൻ ഇത് സാധാരണ മനുഷ്യനല്ലെന്നും മലക്കാണെന്നും മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ആ സമയത്ത് തന്നെ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കേണ്ടായി. പറയുന്നു, അള്ളാഹു ആണ്, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള സൈനിക നീക്കം നടത്തുന്നതല്ല, തന്ത്രവും നടത്തുന്നതല്ല. പിന്നെ അയാൾ തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ സന്ദർഭത്തിൽ ഒരു പക്ഷിയുടെ സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. ഹദരത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. സഹാബാക്കളിൽ ഒരാൾ ഒരു പക്ഷിക്കുഞ്ഞുമായി വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കിളിയുടെ തള്ളയോ അല്ലെങ്കിൽ തന്തയോ അതെല്ലാം അവ രണ്ടും ആ പക്ഷിയെ പിടിച്ച സഹാബിയുടെ മുന്നിൽ വന്ന് വീഴുകയുണ്ടായി. അതായത് ആ കിളിക്കുഞ്ഞിനെ പിടിച്ച സഹാബിയുടെ മുന്നിൽ വന്ന് അതിൻ്റെ അമ്മയും അച്ഛനുമായ കിളികൾ, അമ്മക്കിളിയും അച്ഛൻ കിളിയും വന്ന് വീണ് കിടന്നു. അമ്മക്കിളിയാണോ അച്ഛൻ കിളിയാണോ എന്നറിയില്ല, അല്ലെങ്കിൽ രണ്ടും ആണോ എന്നും അറിയില്ല. പറയുന്നു, ആളുകളൊക്കെ അവിടെ അത്ഭുത പരതന്ത്രരായി ആ പക്ഷികൾ അവിടെ സ്വയം വന്ന് വീഴുന്നത് കാണുകയായിരുന്നു. എന്താണിത് സംഭവിക്കുന്നത്? സ്വയം തന്നെ അവിടെ വന്നിരിക്കുകയാണ്. പക്ഷി സ്വയം സമർപ്പിക്കുകയാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ കുഞ്ഞിന് വേണ്ടി സ്വജീവൻ ത്യജിക്കുന്ന ഈ കിളിയെക്കുറിച്ചാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? നിങ്ങൾ ആ കുഞ്ഞിക്കിളിയെ പിടിച്ചിരിക്കുകയാണ്. ആ കിളിക്കുഞ്ഞിനെ, തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ തള്ളക്കിളി സ്വയം വേണ്ടി വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അള്ളാഹു ആണ്, നിങ്ങളുടെ നാഥൻ ഈ പക്ഷിയേക്കാളും നിങ്ങളോട് കാരുണ്യവാനാകുന്നു. ഇത് കുഞ്ഞിന് വേണ്ടി കരുണ കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നതിനേക്കാളും കൂടുതൽ അള്ളാഹു നിങ്ങളോട് അധികം ദയാലുവാണ്.
ഒരു ഭ്രാന്ത് പിടിച്ച കുട്ടിയുടെ രോഗശമനത്തെ സംബന്ധിച്ച അത്ഭുതകരമായ സംഭവത്തെക്കുറിച്ചും ഈ വേളയിൽ വിവരിക്കപ്പെടുന്നുണ്ട്. അതും ഒരു മോചിതത്തായിരുന്നു. ഹദരത്ത് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സാത്തുർ റിഖ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. വഴിയിൽ ഒരു ഗ്രാമീണ സ്ത്രീ തൻ്റെ മകനെയും കൊണ്ടുവന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെൻ്റെ മകനാകുന്നു. ഇവന് ശൈത്താൻ ആക്രമിച്ചിരിക്കുകയാണ്. അതായത് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ജിന്ന് കൂടിയ അവസ്ഥയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ വാ തുറന്നു. എന്നിട്ട് തൻ്റെ ഉമനീര് പുരട്ടുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശത്രുവേ അകന്നു പോവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയുണ്ടായി, ഒഴിഞ്ഞു പോകുക. തുടർന്ന് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നീട് ഒരിക്കലും ആ കുട്ടിക്ക് അത്തരത്തിലുള്ള ദീനം വന്നിട്ടില്ല. മറ്റൊരു സംഭവം 3 മുട്ടകളിൽ ബർക്കത്ത് ചൊരിഞ്ഞതാണ്, അനുഗ്രഹം ചൊരിഞ്ഞ സംഭവമാണ്. ഒട്ടകപക്ഷിയുടെ മുട്ടകളായിരുന്നു. ഹദരത്ത് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, സാത്തുറിക്ക യുദ്ധവേളയിൽ ഉർവ ബിൻ സെയ്ദ് ഹാരിസി ഒട്ടകപക്ഷിയുടെ 3 മുട്ടകൾ കൊണ്ടുവന്നു. ഒട്ടകപക്ഷി മുട്ടയിടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിർ അത് എടുത്തുകൊള്ളുക, ഈ മുട്ടകൾ പാകം ചെയ്യുക. ഞാനത് പാകം ചെയ്തു. പിന്നെ അത് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നു. ഞാൻ റൊട്ടി അന്വേഷിച്ചെങ്കിലും അത് കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും റൊട്ടിയില്ലാതെ തന്നെ അത് ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും വയറ് നിറയെ കഴിച്ചു. പക്ഷേ പാത്രത്തിൽ മുട്ടകൾ അതേപടി അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സഹാബാക്കൾ വന്ന് അതിൽ നിന്ന് ഭക്ഷിച്ചു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടരുകയും ചെയ്തു. ഈ സംഭവങ്ങളിൽ ഒരു ഒട്ടകത്തെ സംബന്ധിച്ചുള്ള സംഭവവും വിവരിക്കപ്പെടുന്നുണ്ട്. അത് തൻ്റെ ഉടമസ്ഥനെക്കുറിച്ച് ഈ പരിഭവം ബോധിപ്പിക്കുകയാണ് ഉണ്ടായത്. ഹദരത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ സാത്തുറിക്ക യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഹറ എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഒരു ഒട്ടകം വളരെ ധൃതിപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഒട്ടകം വന്ന് വിലപിക്കുകയുണ്ടായി, കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒട്ടകം ആരുടേതാണെന്ന് നിങ്ങൾക്കറിയുമോ? പറഞ്ഞു, ഈ ഒട്ടകം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഒട്ടകം തൻ്റെ യജമാനെക്കുറിച്ച് പരാതി പറയുകയാണ്. വർഷങ്ങളായി അതിൻ്റെ യജമാനൻ അതിനെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതിനെ അറക്കാനാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലയോ ജാബിർ, അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോയി എൻ്റെ അടുത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ പറഞ്ഞു, ഹദരത്ത് ജാബിർ പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒട്ടകം തന്നെ തൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് താങ്കൾക്ക് വഴികാട്ടുന്നതാണ്. ഒട്ടകത്തെ വിടുക, അത് അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് തന്നെ താങ്കളെ എത്തിക്കും. അങ്ങനെ ആ ഒട്ടകം അദ്ദേഹത്തെയും കൊണ്ട് ഉടമസ്ഥൻ്റെ അടുത്തെത്തി. പറയുന്നു, ഞാൻ ആ ഉടമസ്ഥനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെക്കുറിച്ച് അയാളോട് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കുക. അങ്ങനെ അയാൾ ആ ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കാട്ടിലേക്ക് മേയാൻ വിടുകയും ചെയ്തു, സ്വതന്ത്രമാക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഹദരത്ത് ജാബിറിന്റെ ഒട്ടകം നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ച് വിവരിക്കപ്പെടുന്നുണ്ട്. ഹദരത്ത് ജാബിർ നിവേദനം ചെയ്യുന്ന, ഒരു അന്ധകാര നിബിഡമായ രാത്രിയിൽ എൻ്റെ ഒട്ടകം കാണാതാവുകയുണ്ടായി. ഞാൻ നബിയുടെ അടുക്കലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തു പറ്റി? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ പോയി അതിനെ പിടിച്ചുകൊണ്ട് വരിക. ഞാൻ അവിടേക്ക് പോയി തിരഞ്ഞു നോക്കി, പക്ഷേ എനിക്ക് ഒട്ടകത്തെ കാണാനായില്ല. ഞാൻ തിരികെ വന്നിട്ട് ആ കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു. പറയുന്നു, ഞാൻ രണ്ടാമതും പോയി, പക്ഷേ ഒട്ടകത്തെ ഒന്നും അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാത്സല്യപൂർവ്വം എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വരിക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൂട്ടിപ്പോയി. ഞങ്ങൾ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒട്ടകത്തെ പിടിച്ച് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ക്ഷീണിച്ച അവശയായ ഒട്ടകത്തെക്കുറിച്ചുമുള്ള വിവരണം ലഭിക്കുന്നുണ്ട്. ഈ യുദ്ധത്തെക്കുറിച്ച് ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. എൻ്റെ ഒട്ടകം വളരെ അവശയും ക്ഷീണിതയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിർ എന്തു പറ്റി? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഒട്ടകം വളരെ ക്ഷീണിച്ചിരിക്കുന്നു, അവശനായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നിലായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ സവാരിയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ പക്കൽ വെള്ളമുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. പിന്നെ ഞാൻ ഒരു പാത്രം നിറയെ വെള്ളം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിൻ്റെ തലയിലും ഇടുപ്പിലുമൊക്കെ ആദ്യം ഊതി, എന്നിട്ട് തലയിലും അരഭാഗത്തുമൊക്കെ തന്നെ വെള്ളം കുടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിനെ തെളിക്കാനുള്ള വടി എനിക്ക് തരിക. ഞാൻ അതിൻ്റെ വടി നൽകി, ഞാൻ വടി വെട്ടി നൽകി എന്നും പറയുന്നുണ്ട്. ഞാൻ അതായത് മരത്തിൽ നിന്നൊരു കൊമ്പ് ചില്ല വെട്ടി അത് കൊടുത്തു എന്നും പറയുന്നുണ്ട് തെളിക്കാനായിട്ട്.
ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അല്പം പ്രഹരിച്ചു. പിന്നെ തൻ്റെ വടികൊണ്ട് അതിനെ തെളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അതിന് പുറത്ത് കയറുക. ഞാൻ അതിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്തു. ഞാൻ ഒട്ടകം ശീഘ്രം നടക്കുന്നത് കണ്ടു. ഞാൻ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ മുൻകടക്കുന്നതിൽ നിന്നും തടയുകയുണ്ടായി. അത്രമാത്രം അത് ശീഘ്രത സ്വീകരിച്ചിരുന്നു. അദ്ദേഹം വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നോട് ചോദിച്ചു, താങ്കൾ വിവാഹം കഴിച്ചോ? ഞാൻ പറഞ്ഞു, കഴിച്ചിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാഞ്ഞു, കന്യകയാണോ വിധവയാണോ വിവാഹം കഴിച്ചത്? ഞാൻ പറഞ്ഞു, വിധവയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ട് യുവതിയായ കന്യകയെ വിവാഹം കഴിച്ചില്ല? താങ്കൾ യുവാവാണല്ലോ, താങ്കൾക്ക് അവളുമായും അവൾക്ക് താങ്കളുമായും കളിതമാശകളിൽ ഏർപ്പെടാനാകുമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് സഹോദരിമാരുണ്ട്. ജാബിറിന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായിരുന്നു. അദ്ദേഹത്തിന് 7 പെൺകുട്ടികളുണ്ടായിരുന്നു. അതായത് ജാബിറിന്റെ സഹോദരിമാർ. ഞാൻ പറഞ്ഞു, എനിക്ക് സഹോദരിമാരുണ്ട്. ഞാൻ അവരെ കൂടി പരിഗണിക്കുന്ന ഒരു സ്ത്രീയെ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വീട്ടിലേക്ക് എത്താറായിരിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ ബുദ്ധിപൂർവ്വം വളരെ കരുതലോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉപദേശിച്ചു. പിന്നെ എന്നോട് ചോദിച്ചു, നീ ഒട്ടകം വിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഞാൻ പറഞ്ഞു, അതെ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ ഒരു ഓക്കിയ വെള്ളി നാണയം തന്നുകൊണ്ട് 40 ദിർഹം തന്നുകൊണ്ട് വാങ്ങിക്കുകയുണ്ടായി. എന്നിട്ട് എന്നെക്കാളും മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഞാൻ അടുത്ത ദിവസം പ്രഭാതത്തിലാണ് മദീനയിലെത്തിയത്. ഞങ്ങൾ പള്ളിയിലേക്ക് പോയപ്പോൾ പള്ളിയുടെ വാതിൽക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയുണ്ടായി. ഇപ്പോഴാണ് എത്തിയത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാഞ്ഞു. ഞാൻ പറഞ്ഞു, അതെ. പറഞ്ഞു, താങ്കളുടെ ഒട്ടകത്തെ ഇവിടെ വിട്ടുപോവുക, എന്നിട്ട് മസ്ജിദിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുക. ഞാനങ്ങനെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു, നമസ്കരിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ബിലാലിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഓക്കിയ വെള്ളി തൂക്കി നൽകുക, അളന്ന് നൽകുക. അതായത് യാത്രാമധ്യേ ഒട്ടകത്തിന് വില നിശ്ചയിക്കപ്പെട്ടിരുന്ന ആ അളവ് വെള്ളി നാണയം നൽകുക. അത് ബിലാൽ അത് തൂക്കി എനിക്ക് നൽകി, കുറച്ച് അധികവും നൽകി. പിന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിറിനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുവരിക. ഞാൻ മനസ്സിൽ കരുതി, ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഒട്ടകം തിരിച്ചു നൽകുന്നതാണ്. എനിക്കത് തിരികെ കിട്ടുന്നതിനേക്കാളും സന്തോഷമായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഒട്ടകവും നീ എടുത്തുകൊള്ളുക, ഇതിൻ്റെ വിലയും തൻ്റെ കയ്യിൽ വയ്ക്കുക. അതായത് ജാബിറിൻ്റെ പ്രതീക്ഷയ്ക്കും ചിന്തയ്ക്കും അപ്പുറത്തായിരുന്നു. ഒട്ടകം തിരിച്ചു കൊടുത്തപ്പോൾ വില തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നിരിക്കാം. പക്ഷെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിലയും വെച്ചു കൊള്ളുക, ഒട്ടകവും കൈവശം വെച്ചു കൊള്ളുക. വില തിരിച്ചു വാങ്ങിയില്ല. കുറച്ച് വെള്ളത്തിൽ ബർക്കത്ത് ഉണ്ടായതിനെക്കുറിച്ച്, വർധനവുണ്ടായതിനെ സംബന്ധിച്ചുള്ള ഒരു അത്ഭുത ദൃഷ്ടാന്തത്തെക്കുറിച്ചുമുള്ള വിവരണം ലഭിക്കുന്നുണ്ട്. ഹദരത്ത് ജാബിർ വിവരിക്കുന്നു, ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു തവണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളു എടുക്കുന്നതിന് വേണ്ടി വിളംബരം നടത്തുക. അങ്ങനെ ഞാൻ ജനങ്ങൾക്കിടയിൽ എല്ലാവരും വുളു എടുക്കുവിൻ എന്ന് വിളംബരം നടത്തി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ആ സമയത്ത് സംഘത്തിൽ ഞങ്ങളുടെ പക്കൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇന്ന അൻസാരിയുടെ മകനായ ഇന്ന അൻസാരിയുടെ അടുത്തേക്ക് പോകുക. അദ്ദേഹത്തിൻ്റെ ചഷകത്തിൽ, വെള്ളപാത്രത്തിൽ, തോൽ സഞ്ചിയിൽ എന്തെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുക. പറയുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വെള്ളപാത്രങ്ങളിൽ ഒന്നിൻ്റെ അടപ്പിൻ്റെ ഭാഗത്ത് അല്പം വെള്ളമുണ്ടായിരുന്നു. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു തുള്ളി വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഒഴിക്കുകയാണെങ്കിൽ ഉണങ്ങിയ സ്ഥലത്ത് ആ വെള്ളം വറ്റിപ്പോകുമായിരുന്നു. അത് അല്പം പോലും വെള്ളം പുറത്ത് ലഭിക്കുമായിരുന്നില്ല. അതായത് തികച്ചും അതിൽ നിന്ന് പകർന്നെടുക്കാൻ പറ്റാത്ത അത്ര ഒട്ടും വെള്ളമുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വെള്ളപാത്രത്തിൻ്റെ അടപ്പ് ഭാഗത്ത് ഒരു തുള്ളി വെള്ളം വളരെ കുറഞ്ഞ അളവിൽ ഉണ്ട്. ഞാനത് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ വറ്റിയ ഭാഗം അത് ഊറ്റിയെടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഞാനത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കയ്യിലെടുത്തു. എന്നിട്ട് എന്തോ പറയാൻ തുടങ്ങി, ദുആ ചെയ്തു. എന്താണ് വചനങ്ങൾ ചൊല്ലിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് അതിനെ അമർത്തിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ തന്ന് എന്നിട്ട് പറഞ്ഞു, ജാബിർ ഒരു വലിയ ടബ് കൊണ്ടുവരിക. ഞാനൊരു വലിയ ടബ് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചു. പിന്നെ തൻ്റെ വിരലുകൾ വിടർത്തി ആ ടബിൻ്റെ അടിവരെ അങ്ങനെ വിടർത്തി വിരലുകൾ കൊണ്ട് തടവി.
അതായത് ടബിൻ്റെ ഉള്ളിൽ മുഴുവനും കൈ പരത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ എത്തി ടബിൻ്റെ അടിഭാഗത്ത് വരെ കൈ കൊണ്ടുപോയി എത്തിച്ചു. മുകളിൽ നിന്ന് തടവി താഴെ വരെ കൈ വിടർത്തുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ആ പാത്രത്തിൽ നിന്നുമുള്ള ആ വെള്ളം എൻ്റെ കൈകളിലേക്ക് ഒഴിക്കുക, ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് ഒഴിക്കുക. അതിലുള്ളത്ര വെള്ളത്തുള്ളി എൻ്റെ കയ്യിൽ ഒഴിക്കുക. ഞാനത് തിരുകരങ്ങളിലേക്ക് ഒഴിച്ചു. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ വെള്ളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിൽ ഉറപൊട്ടി ഒഴുകുന്നത് പോലെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ടബ് വെള്ളം കൊണ്ട് നിറയുകയുണ്ടായി. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളം ആവശ്യമുള്ളവരൊക്കെ വിളിച്ചു വരുത്തുക. അദ്ദേഹം പറയുന്നു, ഓരോരുത്തരായി വന്നു, വെള്ളം കുടിച്ചു, എല്ലാവരും ദാഹശമനം വരുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇനി ആവശ്യക്കാരെങ്കിലും ബാക്കിയുണ്ടോ? പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധാപൂർവം കൈ എടുത്തു മാറ്റി. ആ ടബ് നിറഞ്ഞു ഇരിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഇത്തരം മോചിതകളെ സംബന്ധിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരിടത്ത് പറയുന്നു, ഇത്തരം ദൈവസായുജ്യത്തിൻ്റെ ലിഖായുടെ ദൈവദർശനം സാധ്യമാകുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യ സഹജമായ കഴിവിനെ അതീതമായി നിൽക്കുന്ന വെല്ലുന്ന കാര്യങ്ങൾ വെളിപ്പെടാറുണ്ട്, അമാനുഷികത വെളിപ്പെടാറുണ്ട്. അത് ദൈവികമായ ശക്തിയുടെ വർണ്ണം ഉള്ളതായിരിക്കും. നമ്മുടെ യജമാന പ്രഭുവായ സയ്യിദുൽ മൗല സയ്യിദുർ റസൂൽ ഹദരത്ത് ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധാവസരത്തിൽ ഒരു പിടി ചരൽ വാരി ശത്രുക്കൾക്ക് നേരെ എറിഞ്ഞപ്പോൾ ആ ഒരു പിടി ചരൽ ദുആയുടെ ശക്തി കൊണ്ടായിരുന്നില്ല, മറിച്ച് അതിൽ റസൂലുള്ള തന്നെ ആത്മീയ ശക്തി പ്രഭാവത്തോടെയായിരുന്നു അത് വലിച്ചെറിഞ്ഞത്. എന്നാൽ ആ ഒരു പിടി ചരൽ ദൈവികമായ പ്രഭാവവും ആഭിജാത്യവും പ്രകടിപ്പിക്കുകയുണ്ടായി. ശത്രു സൈന്യത്തിനു മേൽ അത് അനിസ്തര സാധാരണമായ നിലയിൽ പ്രഭാവം ചെലുത്തി. അതിൻ്റെ പൊടി കണ്ണിൽ പതിക്കാത്ത ഒരു ശത്രുവും അവശേഷിച്ചിരുന്നില്ല. അവരെല്ലാവരും അന്ധന്മാരെ പോലെയായി മാറി. അവർ വളരെയധികം നിസ്സഹായരും നിരാശരുമായി മാറി. സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടവരെ പോലെ അവർ ഓടിയൊളിക്കാൻ തുടങ്ങി. ഈ മോചിതത്തിനെ കുറിച്ചാണ് അള്ളാഹു പ്രസ്തുത ആയത്തിൽ സൂചന നൽകുന്നത്. വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റമ. അതായത് നീ ആ ഒരു പിടി ചരൽ എറിഞ്ഞപ്പോൾ അത് നീയല്ല എറിഞ്ഞത്, മറിച്ച് അള്ളാഹുവാണ് എറിഞ്ഞത്. അതായത് അണിയറയിൽ ദൈവിക ശക്തിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, മനുഷ്യശക്തിക്ക് അതിന് കഴിവുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു മോചിതത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വെളിപ്പെട്ടത് ഷക്കുൽ ഖമറിന്റെ സംഭവമാണ്, ചന്ദ്രൻ പിളർന്ന സംഭവമാണ്. അതും ഇതേ ദൈവിക ശക്തി മുഖേനയാണ് വെളിപ്പെട്ടത്. ഒരു ദുആയും അതിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. അത് കേവലം വിരൽ കൊണ്ടുള്ള ആംഗ്യത്തിൽ ആയിരുന്നു സംഭവിച്ചത്. അതിൽ ദൈവിക ശക്തികൾ നിറഞ്ഞ ഒരു അങ്കുലി ചലനം മാത്രമായിരുന്നു അത്. ഇതുപോലുള്ള ഒരുപാട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും തൻ്റെ കഴിവ് എന്ന നിലയിൽ ദുആയുടെ സാന്നിധ്യവും ഇല്ലാത്ത നിലയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കേണ്ടായി. പലപ്പോഴും ഒരു പാത്രത്തിലുള്ള അല്പം വെള്ളം തൻ്റെ വിരൽ പതിപ്പിച്ചുകൊണ്ട്, വിരൽ മുക്കിക്കൊണ്ട് ഒരുപാട് അതിൽ വർധനമുണ്ടാക്കുകയും സൈന്യം മുഴുവനും ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ തന്നെ ജലപാനം നടത്തുമാറ് അത് വർദ്ധിക്കുകയുണ്ടായി. പിന്നെ ആ വെള്ളം അതേ അളവിൽ തന്നെ അവശേഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 1-2 റൊട്ടിക്കഷ്ണങ്ങളിൽ തൻ്റെ കൈ പതിപ്പിച്ചപ്പോൾ ആയിരങ്ങൾക്ക് ദാഹിച്ച് വിശന്ന് അവശരായ ആയിരങ്ങൾക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതിനത് പര്യാപ്തമായി മാറുകയുണ്ടായി. ചില സമയത്ത് അല്പം മാത്രമായ പാല് തൻ്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് ബർക്കത്ത് നൽകിയപ്പോൾ, ഐശ്വര്യം നൽകിയപ്പോൾ ഒരു വലിയ സംഘത്തിൻ്റെ വയറ് തന്നെ നിറയുന്നതിനത് നിമിത്തമായി. ചില സമയത്ത് ഉപ്പ് രസമുള്ള, ലവണരസം കൂടുതലുള്ള വെള്ളമുള്ള കിണറിൽ തൻ്റെ ഉമിനീര് ഇറ്റിച്ചപ്പോൾ അത് ശുദ്ധജലമായി മധുരജലമായി മാറുകയുണ്ടായി. ചില സമയത്ത് കൊടും കുറ്റവാളികളെ തൻ്റെ കരസ്പർശം കൊണ്ട് തന്നെ സംസ്കരിക്കുകയും നന്നാക്കി തീർക്കുകയും ചെയ്തു. ചില സമയത്ത് യുദ്ധാവസരത്തിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പുറത്തേക്ക് വന്നപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളെ തൻ്റെ കൈകളുടെ ബർക്കത്ത് ഐശ്വര്യം കൊണ്ട് സുഖപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഇനിയും ഒരുപാട് പ്രവൃത്തികൾ തൻ്റെ വ്യക്തിപരമായ കഴിവുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തി. അവയോടൊപ്പം അന്തർലീനമായ ഗോപ്യമായ നിലയിൽ ദൈവശക്തി ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദിൻ വബാരിക് വസല്ലം ഇന്നക ഹമീദുൽ മജീദ്.
الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر